സ്വർഗപ്രവേശം ലഭിക്കും. അതുപോലെ നിത്യനാശമാകുന്ന നരകത്തിൽ നിന്ന് അവർക്ക് രക്ഷ ലഭിക്കും. നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തണം. സ്വർഗപ്രവേശം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്നത് പോലെ മുഴുവൻ ആളുകൾക്കും സ്വർഗം ലഭിക്കണം. എല്ലാ സന്ദർഭത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കുണ്ടാവണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഒരു ഇസ്ലാമിക സദസ്സാണിത്. അള്ളാഹുവിന്റെ മലക്കുകൾ സാക്ഷിയായ ഇൽമിന്റെ ഒരു സദസ്സാണ്. ആ സദസ്സിന്റെ മാന്യതയ്ക്ക് വിരുദ്ധമായ ഒരു സമീപനം നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല, ചോദ്യകർത്താക്കളുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. ഈ നാട്ടിൽ ഈ പരിപാടി മൂലം ഒരു ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന, ആളുകൾക്ക് ഭീതിയുണ്ടാകുന്ന ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു സമീപനമോ ആരിൽ നിന്നും ഉണ്ടാവരുത് എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. കാരണം മതം എന്നുള്ളത് പരസ്പരം കലഹിക്കുവാനുള്ളതല്ല. മതം എന്നുള്ളത് പരസ്പരം ഭീതിപ്പെടുത്തുവാനല്ല. മതം എന്നുള്ളത് അറിയുവാനും അതുകൊണ്ട് ജീവിതത്തെ വിമലീകരിക്കുവാനും അതുമൂലം സ്വർഗപ്രവേശം ലഭിക്കുവാനുമുള്ളതാണ്. അതുകൊണ്ട് ഈ ചിന്തകളായിരിക്കണം ഈ സന്ദർഭത്തിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇതാ പ്രത്യേകം സജ്ജമാക്കിയ ഗസ്റ്റുകൾ ഇരിക്കുന്നതിന്റെ തൊട്ടു പിന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ ഒരു കൗണ്ടർ ചോദ്യകർത്താക്കൾക്കായി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചോദ്യകർത്താവിനെ ആ വോളണ്ടിയേഴ്സ് ഈ കൗണ്ടറിലേക്ക് കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന് ചോദിക്കാവുന്നതുമാണ്. ആ പ്രത്യേക സ്ഥലത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ നിങ്ങൾ ദൂരെ നിന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്ക് പരിഗണിക്കാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി തയ്യാറാക്കിയ ഈ പോയിന്റിലേക്ക് തന്നെ കടന്നു വന്നുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത് എന്നുകൂടി ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംശയ നിവാരണത്തിനുള്ള അവസരം തുടങ്ങുകയാണ്. അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ ഓർമ്മ വേണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ ഒരുമിച്ചു കൂടുവാനും അതുപോലെ ഈ സദുദ്യമത്തില് ഭാഗവാക്കാകുവാനും സാധിച്ചതില് നാം പരമകാരുണികനായ റബ്ബിനോട് ഏതു സന്ദർഭത്തിലും നന്ദിയുള്ളവരാവണം. പരമകാരുണികനായ റബ്ബ് ഈ കൂട്ടായ്മയെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുവാനായി ചോദ്യകർത്താവിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുഹൈർ. ഞാൻ പരപ്പനങ്ങാടി ഒട്ടുമൽ നിന്ന് വരുന്നു. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മമ്പുറം തങ്ങളെയും മൊയ്തീൻ ഷെയ്ഖിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വാദിക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ഇതേ പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവ ശിർക്കാണെന്നും അവ തെറ്റാണെന്നും വാദിക്കുന്നു. ഇതൊന്ന് വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സൃഷ്ടാവായ അള്ളാഹുവെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് ചിലർ, മൊഹീദ്ദീൻ ഷെയ്ഖിനെയും മമ്പറന്തങ്ങളെയും ഒക്കെ മുസ്ലിമായി കൊണ്ട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വേറെ ചിലർ. രണ്ടു കൂട്ടരും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ തന്നെയാണ് ഓതുന്നത്, ഹദീസുകൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ ഞങ്ങൾ എന്തു ചെയ്യും എന്നതാണ് ചോദ്യം. ഈ ലോകത്ത് സർവശക്തനായ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതു തന്നെ വിവിധ ആശയങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന ആശയം ഏതാണ് എന്ന് തിരിച്ചറിയുന്നത് ആര് എന്ന് പരീക്ഷിക്കാനാണ്. ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായ ആദർശങ്ങൾ ഉണ്ടാകും. ഓരോ വിഷയത്തെക്കുറിച്ചും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഇതിൽ സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുന്ന ആശയമേത്, ആദർശമേത്, ഇത് തിരിച്ചറിയാൻ അവസരം കിട്ടിയവർ അതാരാണെന്നുള്ള പരീക്ഷണം. നബ്തലീഹി, നാം അവനെ പരീക്ഷിക്കുന്നു. ഫജഅൽനാഹു സമീഅൻ ബസീറ, അതിനായി അവനെ കേൾക്കുന്നവനും കാഴ്ചയുള്ളവനുമാക്കി മാറ്റി എന്നാണ്. എന്താണ് അവൻ കേൾക്കേണ്ടത്, എന്താണ് കാണേണ്ടത്, എങ്ങനെയാണ് ഈ പരീക്ഷണത്തിൽ അവൻ വിജയിക്കുക? അതിനൊരു വഴിയുണ്ട്. ഇന്നാ ഹദൈനാഹു സബീൽ, നിശ്ചയം നാം അവനൊരു മാർഗം കാണിച്ചിട്ടുണ്ട്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ആ മാർഗത്തിൽ അവൻ പ്രവേശിച്ച് ഒന്നുകിൽ നന്ദിയുള്ളവനാകാം, അല്ലാതെ പിന്തിരിഞ്ഞ് നന്ദി കെട്ടവനുമാകാം. അപ്പൊ ആരാണ് മനുഷ്യരിൽ റബ്ബിനോട് നന്ദി കാണിക്കുന്നത്? അത് ശരിയായ മാർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്.
ആദം അലൈഹിസ്സലാം ഈ ഭൂമുഖത്ത് ജീവിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ റബ്ബ് പറഞ്ഞു, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ അരികിൽ നിന്നുള്ള മാർഗദർശനം വന്നെത്തുമ്പോൾ ആരാണോ അത് പിന്തുടരുക അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ആ മാർഗദർശനമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വയുള്ളവർക്ക് മാർഗദർശനം, സംശയം വേണ്ട, അതാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ തന്നെ ഓതിയിട്ട് വിവിധ അഭിപ്രായം വന്നാലോ? അതിനാണ് സർവശക്തനായ അള്ളാഹു അതിന് കൃത്യമായ ഒരു മാർഗരേഖ നമ്മുടെ മുന്നിൽ വെച്ചത്. ഖുർആൻ ആയത്തോതി ആർക്കൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഓരോരുത്തരും തങ്ങൾക്കനുസരിച്ചതുപോലെ തങ്ങളുടെ ഗവേഷണത്തിനും നിരീക്ഷണത്തിനും അവനവന്റെ ബുദ്ധി നിലവാരത്തിനും അനുസരിച്ച് ഒരായത്തോതി ഒരു ഹദീസ് വായിച്ച് അങ്ങ് വിശദീകരിക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ അതിന് അനുവാദമുണ്ടോ? അതുകൊണ്ട് തന്നെ സർവശക്തനായ അള്ളാഹു ഖുർആൻ മനസ്സിലാക്കാൻ വ്യക്തമായ ഒരു മാർഗരേഖ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ കാലം കഴിഞ്ഞ് നിങ്ങൾ ഇനിയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. സയറാ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ധാരാളമായ അഭിപ്രായ ഭിന്നത കാണുക തന്നെ ചെയ്യും. കാണുമ്പോൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ. അപ്പോൾ നിങ്ങൾ എന്റെ ചര്യയും എന്റെ പിൻഗാമികളുടെ ചര്യയും മുറുകെ പിടിക്കണം. എന്താണ് പിൻഗാമികളുടെ പ്രത്യേകത? അർ-റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി. എന്റെ കാലശേഷം അവർ സന്മാർഗചാരികളും മറ്റുള്ളവരെ സന്മാർഗത്തിലൂടെ നയിക്കുന്നവരുമാണ്. അവർ സന്മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുകയും മറ്റുള്ളവർക്ക് സന്മാർഗത്തിലൂടെ നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അദ്ദു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് മുറുകെ പിടിക്കണം. അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനു മാതൃകയായി ഒരു സമൂഹം, നേരത്തെ വിഷയാവതരണത്തിൽ ശ്രദ്ധിപ്പിച്ചിരുന്നു, സ്വഹാബികളെ സംബന്ധിച്ചാണ്. അവരാണ് ഈ സമൂഹത്തിലെ ഏറ്റവും ഉത്തമമായ ജനത. യാതൊരു കാപ്പട്യവുമില്ലാത്ത ആഴമേറിയ അറിവുള്ള മാതൃകായോഗ്യരായ മൻ കാന മുതഅസ്സിയൻ ഫല്യതഅസ്സ സഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെയെങ്കിലും പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ പിന്തുടരണം എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കാനുള്ള കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് വർണ്ണിച്ചത് ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളിൽ ഏറ്റവും മികച്ചത് എന്റെ തലമുറയാണ്, പിന്നെ തൊട്ടുപിറകെ വരുന്നവർ, പിന്നെ തൊട്ടുപിറകെ വരുന്നവർ. ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ചതുപോലെ ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഹിദായത്തിലായി. അപ്പോൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നിലപാടനുസരിച്ച് സ്വഹാബികൾ ഓരോ ആദർശവും എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് പഠിക്കണം. സ്വഹാബികളുടെ അതേ നിലവാരമുള്ളവരാണ് താബികൾ, തബൗ താബികളും. അതാണ് സുമ്മല്ലദീന അലൽ അസർ സുമ്മല്ലദീന യലൂനഹും എന്നൊക്കെ തൊട്ടുപിറകെയുള്ളവർ, തൊട്ടുപിറകെ വരുന്നവർ, സ്വഹാബികൾ, താബികൾ. കാരണം ആ മൂന്ന് കൂട്ടരെയും സർവശക്തനായ അള്ളാഹു പ്രത്യേകമായി പ്രശംസിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചാണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. കഴിഞ്ഞുപോയ കടന്നുപോയ മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട പൂർവികർ, അതേപോലെ അവരെ ഇഹ്സാനോടുകൂടി തുടർന്ന താബികൾ, അവരെ അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. മറ്റു തലമുറകൾക്കൊന്നുമില്ലാത്ത സവിശേഷത ഈ മൂന്ന് തലമുറകൾക്ക് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബികളിലും താബികളിലും എപ്രകാരം നിലനിന്നു? പ്രവാചകന്റെ കാലത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ എല്ലാവരും സ്വഹാബിയാവുകയില്ല, മുനാഫിഖുകൾ ഉണ്ടാകാം. അതാരാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തഖ്വയോടുകൂടി തൗഹീദിന്റെ അടിത്തറയിൽ ജീവിച്ചു മരിച്ച പ്രഗത്ഭരായ മാതൃകായോഗ്യരായ സ്വഹാബികളും താബികളും അവർ എപ്രകാരമാണ് ഖുർആനിനെയും സുന്നത്തിനെയും വിലയിരുത്തിയത്? അവരാരെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഖബറിങ്കൽ വരികയോ അതല്ല വീട്ടിലിരുന്നിട്ടോ പ്രവാചകരെ വിളിച്ചിട്ടുണ്ടോ? തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ജിഅ്തുക ഖാസിദ, അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? യാ സയ്യിദ സാദാത്തി എന്ന് വിളിച്ചു